ഒരു പെണ്ണ്, ഒരു ഉമ്മ അവൾ പാത്രം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത്, മീൻ മുറിക്കുന്ന സമയത്ത്, വസ്ത്രങ്ങൾ അലക്കാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരു വാചകം, ഈ ഒരു ആയത്ത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴെന്നല്ല എപ്പോഴും പറയുന്നതാണ്. ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരു വാചകം, ഈ ഒരു ആയത്ത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളുണ്ട്. അതുപോലെ ബിസ്മി പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. ബിസ്മി പറയൽ സുന്നത്തായ ചില സമയങ്ങളുണ്ട്, ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത സമയങ്ങളുമുണ്ട്, ബിസ്മി പറയൽ ഹറാമാകുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹു തആല നമുക്ക് എല്ലാ വിജയങ്ങളും നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് അന്ത്യം നന്നായി കെലിമ പറഞ്ഞ് മരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വം എന്താണ്? നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ്, മറ്റു സൂറത്തുകൾ ഓതുമ്പോൾ ബിസ്മി പറയുന്നവരാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയുന്നവരാണ്, എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നവരാണ്. അങ്ങനെ പറയണമെന്ന് പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവൻ്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളെ പറ്റിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ അത്ഭുതപ്പെടുത്തുന്ന ആ വാചകത്തിൻ്റെ, ആ ആയത്തിൻ്റെ കുറച്ച് നേട്ടങ്ങൾ, പ്രത്യേകതകൾ, മഹത്വങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഒരു പെണ്ണ്, ഒരു ഉമ്മ അവൾ പാത്രം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത്, മീൻ മുറിക്കുന്ന സമയത്ത്, വസ്ത്രങ്ങൾ അലക്കാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഒരു പെണ്ണ് പാത്രം കഴുകുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കഴുകി ബിസ്മി പറഞ്ഞിട്ട് ആ പാത്രം കമിഴ്ത്തി വെച്ചാൽ ആ പാത്രത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുകയും ആ പാത്രത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പകരമായി അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം നൽകുമെന്നെല്ലാം മഹത്തുക്കളായ ഉലമാക്കൾ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിക്ർ മുറുകെ പിടിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദിവസവും ഒരു ദിക്ർ പറയാൻ അവൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവൻ എന്ത് പറയട്ടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു തആല ആ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കടത്തുന്നത് പ്രവാചകന്മാരോടൊപ്പമാണെന്ന് പോലും ഒരു മഹാൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ബിസ്മി പറയൽ ചില സമയത്ത് നമുക്ക് ഹറാമാകുന്ന സമയമുണ്ട്. ബിസ്മി പറയൽ, കള്ളു കുടിക്കുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് കള്ളു കുടിക്കുന്നു, പലിശ വാങ്ങുന്ന സമയത്ത് ബിസ്മി പറഞ്ഞ് പലിശ വാങ്ങുന്നു, അതൊക്കെ ഹറാമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചീട്ട് കളിക്കുമ്പോൾ, പന്നിയിറച്ചി കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മിയൊന്നും പറയാൻ പാടില്ല. ആ മോശപ്പെട്ട പ്രവർത്തനവും ചെയ്യാൻ പാടില്ല, ആ സമയത്ത് ബിസ്മിയും പറയാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 23 വർഷക്കാലം കൊണ്ട് ഇറങ്ങിയ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലും അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത തൗറാത്തിലും, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഇഞ്ചീലിലും, മഹാനായ ദാവൂദ് നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള സബൂറിലും, ഈ 4 വേദഗ്രന്ഥങ്ങളിലും, ഈ 4 കിതാബുകളിലും കോമൺ ആയി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ടെങ്കിൽ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കാണെന്ന് മഹത്തുക്കളായ തഫ്സീറിൻ്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഈ ഒരു വാക്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് 4 കിതാബുകളിലും ഉണ്ടെന്നാണ്.
അപ്പോൾ തന്നെ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായില്ലേ? പിന്നെയോ തീർന്നില്ല. ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാടാണ്. അതായത് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ പറയാൻ തുടങ്ങി, അവൻ ഒരു ദിവസം അവനെ കൊണ്ട് പറ്റുന്ന തരത്തിൽ, അതായത് ഖുർആൻ ഓതുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി ഏതെല്ലാം നല്ല കാര്യം ചെയ്യുമോ ആ നല്ല കാര്യം ചെയ്യുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുക, വീട്ടിലേക്ക് പ്രവേശിക്കുക, വാഹനത്തിൽ കയറുക, എഴുതാൻ തുടങ്ങുക, വായിക്കാൻ തുടങ്ങുക, അങ്ങനെ തുടങ്ങി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു, അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല റിസ്കിൽ പ്രയാസം കൊടുക്കില്ല എന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭക്ഷണം, അവൻ്റെ വെള്ളം, അവൻ്റെ വസ്ത്രം, അവൻ്റെ വീട്, അവൻ്റെ മക്കൾ, അവൻ്റെ വാഹനം, ഇതിലൊന്നും അല്ലാഹു തആല ഒരു തട്ടലും മുട്ടലും ഉണ്ടാക്കുകയില്ല. നമുക്കിന്ന് എപ്പോഴും പ്രശ്നമാണ്. ഭക്ഷണം തികയുന്നില്ല, വസ്ത്രം തികയുന്നില്ല, പൈസ തികയുന്നില്ല, വീട്ടിലൊരു ബർക്കത്തില്ല, വാഹനത്തിലൊരു ബർക്കത്തില്ല, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്, ഒരുപാട് പരാതികളാണ്. ഈ പരാതി വരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ നല്ല കാര്യം എന്ത് ചെയ്താലും അറ്റ്ലീസ്റ്റ് ബിസ്മില്ലാ എന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല റിസ്കിൽ വിശാലത നൽകും. തീർന്നില്ല, ഇനിയുമുണ്ട് പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ അധികരിപ്പിച്ചാൽ അള്ളാഹു ഒരു മനുഷ്യൻ ആ മനുഷ്യന് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടുമെന്നും മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. പിന്നെയോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയി. ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയ സമയത്ത് നബി തങ്ങൾ ഒരു പച്ച കുബ്ബ കണ്ടു എന്നാണ്. ഒരു പച്ച കുബ്ബ കണ്ടു. ആ കുബ്ബയുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, നബിയേ, താങ്കൾ ആ കുബ്ബയുടെ മുന്നിൽ പോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ആ കുബ്ബ, ആ ചെറിയ കൂടാരം തുറക്കപ്പെടും. നബി തങ്ങൾ അങ്ങനെ ബിസ്മി പറഞ്ഞപ്പോൾ അത് തുറക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുബ്ബയുടെ ആ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ നബി തങ്ങൾ പറയുന്നു, സ്വഹാബ, ഞാൻ അവിടെ നഹ്റും മിനൽ മാ, നഹ്റും മിനൽ ലബൻ, നഹ്റും മിനൽ ഖംർ, നഹ്റും മിനൽ ഗസ്ൽ, ഈ 4 നദികൾ കണ്ടു. വെള്ളത്തിൻ്റെ നദി കണ്ടു, അതുപോലെ പാലിൻ്റെ നദി കണ്ടു, ഖംർ നല്ല ശുദ്ധമായ കള്ളിൻ്റെ നദി കണ്ടു, അതുപോലെ തന്നെ തേനിൻ്റെ നദി കണ്ടു. ഈ 4 നദികളും ഞാൻ നോക്കുമ്പോൾ ഇത് 4 ഒഴുകി വരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതിൻ്റെ ബാ, ബിസ്മിയുടെ ബായിൽ നിന്നാണ് മാഇൻ്റെ വെള്ളത്തിൻ്റെ നദി ഒഴുകുന്നത്. അതുപോലെ ബിസ്മില്ലാഹ്, അല്ലാഹ് എന്ന ആ വാക്കിൻ്റെ ഹായിൽ നിന്നാണ് ഏത് പാലിൻ്റെ ലബനിൻ്റെ പുഴ ഒഴുകുന്നത്. അതുപോലെ റഹ്മാൻ എന്ന ആ വാക്കിൻ്റെ നൂനിൽ നിന്നാണ് ഖംറിൻ്റെ കള്ളിൻ്റെ ആ നദി ഒഴുകി വരുന്നത്. അതുപോലെ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മ, മറ്റൊരു പേരിൻ്റെ ആ മീമിൽ നിന്നാണ് ഗസ്ൽ തേനിൻ്റെ ആ അരുവി, ആ ഒരു നദി ഒഴുകി വരുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 നദികളിൽ നിന്നും അവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്താലും, ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാ എന്നെങ്കിലും, കുറഞ്ഞത് ബിസ്മില്ലാ എന്നെങ്കിൽ, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയാൻ മറന്നു പോവരുത്. അതുകൊണ്ട് തന്നെയാണ് അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആയി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ മഹത്വങ്ങൾ നിറഞ്ഞ ഈ വീഡിയോ എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും പറഞ്ഞു തരാനുള്ള കാരണം തന്നെ. തീർന്നില്ല, ഒരു മനുഷ്യൻ അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുള്ള ആ ബിസ്മി എഴുതിയിട്ടുള്ള, അത് അറബിയിൽ എഴുതട്ടെ, മലയാളത്തിൽ എഴുതട്ടെ, ഇംഗ്ലീഷിൽ എഴുതട്ടെ, അവൻ എഴുതിയിട്ടുള്ള പേപ്പർ, ആ പേപ്പർ എവിടെയെങ്കിലും കിടന്ന് കിട്ടിയാൽ അത് നല്ല രൂപത്തിൽ അതിനെ വൃത്തിയായി അത് എവിടെയെങ്കിലും ഒരു സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകുമെന്നും മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുകയാണ്. നമ്മുടെ കല്യാണ കത്തിലും അതുപോലെ പെരതാമസത്തിന്
അദ്ദേഹത്തിന്റെ കത്തിലൊക്കെ ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് എന്നും അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അതൊക്കെ അലക്ഷ്യമായി ഇടാൻ പാടില്ല, അത് പ്രത്യേകം സൂക്ഷിക്കുക. കാരണം അത് അള്ളാഹുവിൻ്റെ വലിയ ഇസ്മുള്ള ആ ഒരു വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നെയോ നിസ്കാരത്തിലുള്ള വസ്വാസുകൾ മാറാൻ, ശൈത്താന്റെ ശർറിനെ തൊട്ട് മാറാൻ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പതിവാക്കണം. മാത്രമല്ല പിന്നെ ബിസ്മി പറയൽ സുന്നത്തില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്, അതും കൂടി പഠിച്ചു വെക്കുക. ഒരാൾ ബാങ്ക് വിളിക്കാൻ പോവുകയാണ്, ആ സമയത്ത് ഏതായാലും നല്ല കാര്യമല്ലേ ബാങ്ക് വിളിക്കൽ, അപ്പോൾ ഒരു ബിസ്മി പറഞ്ഞേക്കാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അങ്ങനെ വിളിക്കാൻ പാടില്ല. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസ്മി പറയാം. പക്ഷെ ചില സമയങ്ങളിൽ അത് നല്ല കാര്യമാണെങ്കിലും ബിസ്മി പറയാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് ബാങ്ക് വിളിക്കുക. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബിസ്മി പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഖുതുബ ഓതാൻ പോവുകയാണ്, ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഖുതുബ ഓതുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഖുതുബ തുടങ്ങാം എന്ന് വിചാരിച്ചാൽ ആ ഖുതുബ അങ്ങനെയല്ല തുടങ്ങേണ്ടത്, ഹംദ് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുന്നു, ഏതായാലും നിസ്കരിക്കാൻ നിൽക്കുമല്ലേ, ഒരു ബിസ്മി ഇരിക്കട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ, അങ്ങനെയല്ല. ആദ്യം നിയ്യത്ത് വെച്ചിട്ട് കൈ കെട്ടിയിട്ട് വജ്ഹത്ത് ഓതിയിട്ട് വേണം അവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ബിസ്മി പറയൽ സുന്നത്താണ്, ചില സമയങ്ങളിൽ ബിസ്മി പറയൽ സുന്നത്തില്ല, ചില സമയങ്ങളിൽ ബിസ്മി പറയൽ ഹറാമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരുപാട് പറയാനും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങളെല്ലാവരും കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ദിക്ർ മുറുകെ പിടിച്ച് ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ഒരുപാട് ഇൽമുകൾ നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി, അന്ത്യം നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.